കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. നമ്മൾ ശ്രുതിയുടെ ആ വ്യാജ 498 കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ കുറ്റപത്രം വായിക്കുന്ന പോയിന്റ് വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറ്റപത്രം വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഭർത്താവിൻ്റെ വീട്ടുകാരും എന്ത് ചെയ്യുന്നു, ആ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് കോടതിയെ ബോധിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെ തുടർന്ന് കോടതിയുടെ ഭാഗത്തു നിന്നും പരാതി കൊടുത്ത ഈ ഭാര്യയ്ക്ക് കോടതിയിൽ നിന്നും ഒരു സമൻസ് പോവുകയാണ്. ഒരു ഡേറ്റ് പറഞ്ഞു, ആ ഡേറ്റിന് കോടതിയിൽ വിചാരണയ്ക്ക് ഹാജരാകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, അവർ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് കല്യാണ സമയത്ത് 30 പവൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ 5.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ അവർ എന്ത് ചെയ്തു, ഭർത്താവിൻ്റെ വീട്ടുകാരും ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് പരാതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ജൂനിയേഴ്സിന് എല്ലാവർക്കും അത്ഭുതമായിരുന്നു ഈ ഒരു കേസ് നമ്മുടെ സീനിയർ എങ്ങനെയാണ് ഡീൽ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട്. കാരണം അറിയാലോ, നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എന്താണ്, ഭാര്യ ഒരു കേസ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു കേസ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കള്ളക്കേസാണെങ്കിൽ പോലും അതൊന്നും പരിഗണിക്കാതെ സ്ത്രീക്ക് അനുകൂലമായിട്ട് കോടതികളടക്കം നിൽക്കും എന്നാണ് പുറമേയുള്ള സംസാരം അല്ലേ. അപ്പോൾ നമുക്കെല്ലാവർക്കും അത്ഭുതമാണ് ഈ കേസ് എങ്ങനെയാണ് വക്കീല് കൈകാര്യം ചെയ്യുക എന്നുള്ളത്. വക്കീൽ പറഞ്ഞ ഒരു കാര്യം കൊണ്ടും പേടിക്കേണ്ട, എല്ലാം നമുക്ക് ശരിയാക്കാമെന്ന് നമുക്കും നമ്മുടെ ഈ കക്ഷിക്കും, അതായത് കക്ഷി എന്ന് പറയുന്ന ഈ ഹസ്ബൻഡിനും ഒരു ആൾ ധൈര്യം കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ കേസിൻ്റെ ഡേറ്റ് വരുന്നു. ഈ പെൺകൊച്ചിനെ നമ്മൾ കൂട്ടിക്കയറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, കേസ് വിളിക്കുന്ന സമയത്ത് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ APP ആണ് ഫസ്റ്റ് ഈ കുട്ടീനെ ചോദ്യം ചെയ്യാം. അവർ വന്നു, ആസ് യൂഷ്വൽ ആയിട്ട് ചോദിച്ചു, കല്യാണം കഴിഞ്ഞ ഡേറ്റ് എന്താണ്, എവിടെ വെച്ചാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ളത്, ഭർത്താവിൻ്റെ പേരെന്താണ്, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരിലെ എല്ലാം നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരും അല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഈ പെൺകുട്ടി എല്ലാം യെസ് എന്ന് പറയുന്നു. ആൾ പോയിട്ട് കസേരയിൽ ഇരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് നമ്മുടെ വക്കീലിൻ്റെ ചോയ്സാണ് വന്നിട്ടുള്ളത്. സോ വക്കീൽ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് ഇതാണ്, മറ്റുള്ള കേസുകൾ പോലെയല്ല, ഇതൊരു ക്രിമിനൽ കേസാണ്. ക്രിമിനൽ കേസിൽ കൊടുക്കുമ്പോൾ ഒരാൾ ഇന്ന സെക്ഷൻ പ്രകാരം കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയും ആ കൊടുത്ത കേസ് വ്യാജമാണ് എന്ന് തെളിയുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ കേസിൽ നിങ്ങൾ മേടിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ച വ്യക്തിക്ക് എത്ര കൊല്ലം തടവ് അല്ലെങ്കിൽ ശിക്ഷ കിട്ടുമോ അതേ ശിക്ഷ തന്നെയായിരിക്കും ഈ വ്യാജ പരാതി കൊടുത്തിട്ടുള്ള പെൺകുട്ടിക്കും ലഭിക്കുക എന്നുള്ളൊരു ഡയലോഗ് നമ്മുടെ സീനിയർ ഈ പെൺകുട്ടിയോട് പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതോടുകൂടി തന്നെ അവൾക്ക് ഏകദേശം കാര്യങ്ങളുടെ ഒരു ഗൗരവം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി ആ വിചാരണയിൽ നടന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിനി പറയുവാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതായിരുന്നു, കല്യാണം കഴിക്കുവാനായിട്ട് അല്ലെങ്കിൽ പെണ്ണ് ആലോചിച്ച് വരുന്ന സമയത്ത് ഈ പെൺകുട്ടിക്ക് സ്വന്തമായി ഒരു വീട് അതായത് ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം. സ്വന്തമായ വീട് എന്ന് പറഞ്ഞാൽ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും മേടിച്ചിട്ടുള്ള സ്വന്തമായ വീട്ടിലാണോ താമസിച്ചിരുന്നത് എന്നാണ് ചോദിച്ചത്. പെൺകുട്ടിയോട് തന്നെ പറഞ്ഞു, ഒരിക്കലുമല്ല, ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് എന്നാണ് മൊഴി കൊടുത്തത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഈ വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്ത് പെൺകുട്ടിയുടെ അച്ഛന് എന്തായിരുന്നു ജോലി എന്നാണ് ചോദിച്ചത്. പറഞ്ഞു, പെൺകുട്ടി അച്ഛൻ എന്ന് പറയുന്നത് ഒരു ഹെവി മോട്ടോർ വെഹിക്കിൾ ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ്. ആൾ കല്യാണ ബസ്സിൽ ഡ്രൈവറായിട്ടാണ് ജോലിക്ക് പോകുന്നത് എന്നും പറഞ്ഞു. അമ്മയ്ക്ക് എന്താണ് ജോലി എന്ന് ചോദിച്ചപ്പോൾ അമ്മ ഒരു സാധാരണ ഒരു തയ്യൽ തൊഴിലാളിയാണ്. ഒരു കടയിൽ എന്താ പറയുക, ഈ ടൈലറിങ് വർക്കിന് പോകുന്ന ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞു. അദ്ദേഹം വീട്ടിൽ ആരെന്ന് ചോദിച്ചപ്പോൾ പിന്നെ അനീത്തി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെന്നും പറഞ്ഞു. അപ്പോൾ വാടക വീട്ടിലാണെന്നും അച്ഛനൊരു ഡ്രൈവറാണെന്നും അമ്മ ഒരു സാധാ തയ്യൽ പണിക്കാരിയാണ് എന്നും കല്യാണം കഴിക്കുവാനായിട്ട് വന്നിട്ടുള്ള ഈ പയ്യൻ്റെ വീട്ടുകാർക്കും അറിയുമോ എന്ന് അടുത്ത ചോദ്യം ചോദിക്കാനുണ്ടായിട്ടുള്ളത്. പെൺകുട്ടി പറഞ്ഞു, തീർച്ചയായിട്ടും അറിയും എന്ന് പറഞ്ഞു. അപ്പോൾ സീനിയർ ചോദിച്ച മറ്റൊരു ചോദ്യം ഇതാണ്,
നിങ്ങളുടെ പരാതിയിൽ പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ് ഇതാണ്. അതായത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന്, അതായത് പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് 100 പവനും ബെൻസ് കാറും കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഈ കല്യാണം കഴിച്ചത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പരാതിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി വീട് പോലും ഇല്ലാത്ത, അച്ഛനൊരു ഡ്രൈവറായിട്ടുള്ള, തയ്യൽക്കാരിയായിട്ടുള്ള അമ്മയുള്ള വീട്ടിൽ നിന്നും 100 പവനും ബെൻസ് കാറും കിട്ടും എന്ന് ഈ പറയുന്ന ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും നിങ്ങളോട് പറയുകയോ അല്ലെങ്കിൽ അവർ അങ്ങനെ ആഗ്രഹിക്കുവാനായിട്ടുള്ള ചാൻസോ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പെൺകുട്ടി പറയാൻ മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എൻ്റെ അമ്മ പറഞ്ഞിട്ട് എഴുതിപ്പിച്ചതാണ്, അങ്ങനെ കുറച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ചെക്കൻ്റെ വീട്ടുകാരും പെട്ടെന്ന് പേടിച്ച് പോകും, സ്ത്രീധനം ചോദിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു തെളിവുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള നുണയാണ് എന്ന് ഈ പെൺകുട്ടി കോടതിയിൽ മൊഴി നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അതിന് ഇവരുടെ മാമനുണ്ട്, മാമൻ്റെ സപ്പോർട്ടും ഈ ഒരു നുണ എഴുതുവാനായിട്ട് കാരണമായിട്ടുണ്ട് എന്നാണ് പെൺകുട്ടി പറഞ്ഞത്. തുടർന്നുള്ള ചോദ്യം ഇതാണ്, കല്യാണ സമയത്ത് നിങ്ങൾക്ക് 30 പവൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടി എന്നുള്ളത് സത്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ പെൺകുട്ടി പറഞ്ഞു 30 പവൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടി എന്നുള്ളത് സത്യമാണ് എന്ന് പറഞ്ഞു. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, കല്യാണം കഴിഞ്ഞതിന് ശേഷം, ഗർഭിണിയായതിനു ശേഷം നിങ്ങൾ പോകുമ്പോൾ എല്ലാ സ്വർണ്ണാഭരണങ്ങളും ഇട്ടുകൊണ്ടാണ് എന്താ പറയുക 7-ാം മാസം ഗർഭിണിയായതിനു ശേഷം നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് പോയിട്ടുള്ളത്. അതിൻ്റെ ഫോട്ടോഗ്രാഫുകൾ എല്ലാ കാര്യങ്ങളും ഭർത്താവ് തന്നിട്ടുണ്ട്, അത് കാണിച്ചു കൊടുത്തു. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, ഇതിൽ കാണുന്ന എല്ലാ സ്വർണ്ണാഭരണങ്ങളും എൻ്റെ തന്നെയാണ്. 7-ാം മാസം ഗർഭിണിയായിട്ട് പോകുമ്പോൾ ഈ എല്ലാ സ്വർണ്ണാഭരണങ്ങളും, അതായത് കല്യാണ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ളത് എന്ന നിർണായകമായിട്ടുള്ള മൊഴി ഈ പെൺകുട്ടി കോടതിയിൽ പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായില്ലേ? അതായത് കല്യാണ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞുകൊണ്ടാണ് 7-ാം മാസം വയറ് കാണൽ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് പോയിട്ടുള്ളത് എന്ന് പെൺകുട്ടി കോടതിയിൽ മൊഴി നൽകി. അപ്പോൾ അതിൻ്റെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ വക്കീൽ ചോദിച്ചിട്ടുള്ള അടുത്തൊരു ചോദ്യം ഇതാണ്, ഈ പറയുന്ന സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിച്ചു. പെൺകുട്ടി വളരെ എന്ത് സംഭവിച്ചതെന്നറിയില്ല, പെൺകുട്ടി പറഞ്ഞു ആ സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും പെൺകുട്ടിയുടെ കയ്യിൽ തന്നെയാണ് എന്ന് പറഞ്ഞു. കൂടാതെ കല്യാണ സമയത്ത് ഭർത്താവ് അണിയിച്ച താലിമാലയും മാലയും അടക്കമുള്ള 5.5 പവൻ്റെ സ്വർണ്ണാഭരണങ്ങളും പെൺകുട്ടിയുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത് എന്ന് പെൺകുട്ടി കോടതിയിൽ മൊഴി നൽകി. ചുരുക്കി പറയുകയാണെങ്കിൽ കല്യാണ സമയത്ത് കിട്ടിയിട്ടുള്ള 30 പവൻ സ്വർണ്ണാഭരണങ്ങളും ഭർത്താവ് കല്യാണ സമയത്ത് അണിയിച്ചിട്ടുള്ള 5.5 പവൻ സ്വർണ്ണാഭരണങ്ങളും പെൺകുട്ടിയുടെ കയ്യിൽ തന്നെയാണ് എന്നാണ് കോടതി മൊഴി നൽകിയിട്ടുള്ളത്. അപ്പോൾ വക്കീൽ അപ്പോഴും തന്നെ ചോദിച്ചു, പക്ഷേ നിങ്ങളിതൊന്നല്ലല്ലോ FIS-ൽ പറഞ്ഞിട്ടുള്ളത്. FIS-ൽ പറഞ്ഞത് എന്താണ്, കല്യാണ സമയത്ത് കിട്ടിയിട്ടുള്ള 30 പവൻ സ്വർണ്ണാഭരണങ്ങളിലെ 5.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ ഭർത്താവിൻ്റെ വീട്ടുകാരും ദുരുപയോഗം ചെയ്തു എന്നുള്ള ആ പരാതിയും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ മൊഴിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൊടുത്തിട്ടുള്ള പരാതി കള്ളപ്പരാതിയാണ്, കള്ള 498 കേസല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ട് ഉണ്ടായില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതായത് FIS-ൽ എന്താ പറഞ്ഞത്, 30 പവൻ സ്വർണ്ണാഭരണങ്ങളിൽ 5.5 പവൻ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞു. കോടതിയിൽ മൊഴി നൽകിയപ്പോൾ എന്താ പറഞ്ഞത്, 30 പവൻ സ്വർണ്ണാഭരണങ്ങൾ കയ്യിലുണ്ട്, കൂടാതെ ഭർത്താവ് തന്നിട്ടുള്ള 5.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ കൂടി ഈ പെൺകുട്ടിയുടെ കൈവശമുണ്ട് എന്നാണ് മൊഴി നൽകിയിട്ടുള്ളത്. അപ്പോൾ ഭർത്താവിന് എന്തായാലും അറിയും 5 സ്വർണം പോലും എടുക്കാത്ത ഒരു കള്ള കേസാണ് ഇതെന്ന് കോടതിയിൽ സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. ദൈവത്തിൻ്റെ ഒരു കരം ഈ ഒരു കേസിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കെതിരെ ഇതുപോലെയുള്ള ഒരു വ്യാജ കേസ് വരുമ്പോൾ കോംപ്രമൈസിന് നമുക്കറിയാം, അത് കള്ളക്കേസാണെങ്കിലും പലരും എന്ത് ചെയ്യാറുണ്ട്, കോംപ്രമൈസിന് പോകാറുണ്ട് അല്ലേ. പക്ഷേ ഇവിടെ ഭർത്താവ് കോംപ്രമൈസിന് പോവാതെ കേസായിട്ട് മുന്നോട്ട് പോയത് കൊണ്ടാണ് ഈ ഒരു സത്യം കോടതിയിൽ വെച്ച് തന്നെ തെളിയിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചത്. അങ്ങനെ തെളിയിച്ചതോടുകൂടി എന്തായിട്ട് മാറാൻ ചെയ്യുന്നത്, ആ വ്യക്തി എന്ന് പറയുന്നത് സത്യസന്ധനാണ് എന്ന് നാട്ടുകാർക്ക് മുഴുവനും പ്രൂവ് ചെയ്യുവാനായിട്ട് പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞത് മുഴുവനും ജഡ്ജി അവിടെ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സർട്ടിഫൈഡ് കോപ്പി ആ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഭർത്താവ് എടുക്കുകയും ഭർത്താവ് അണിയിച്ച 5.5 പവൻ്റെ താലിമാലയും സ്വർണവും തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് ഫാമിലി കോടതിയിൽ ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എന്ത് ചെയ്യാൻ പറ്റി,
കേസ് ഫയൽ ചെയ്യുവാനുമായിട്ട് പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ ഒരു കേസ് ജയിക്കണമെന്നുണ്ടെങ്കിൽ ആ കേസിൽ മെറിറ്റ് വേണം, സത്യസന്ധമായിട്ടുള്ളൊരു കേസുമാണ്, നല്ല പണി അറിയാവുന്ന ഒരു വക്കീലും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ 498 പോലെയുള്ള കേസുകൾ, കള്ള കേസുകൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പൊട്ടിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. തുടർന്ന് ഇവർ ഒരു സെക്കൻഡ് ഒപ്പീനിയനായിട്ട് ചെന്നപ്പോൾ വക്കീൽ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് വേണമെങ്കിൽ ക്വാഷ് ചെയ്യിപ്പിക്കാം ഹൈക്കോടതി കൊണ്ടുപോയി. പക്ഷേ ക്വാഷ് ചെയ്യുന്നതിനേക്കാളും നല്ലത് മറ്റ് സാക്ഷികളുണ്ടല്ലോ, മൊഴി കൊടുത്തിട്ടുള്ള, കള്ളമൊഴി കൊടുത്തിട്ടുള്ള അച്ഛനമ്മ, മാമൻ, പെങ്ങൾ പോലെയുള്ള ആൾക്കാരുണ്ടല്ലോ, അവരും കൂടി നമുക്കൊന്ന് വിചാരണ നടത്തിയതിന് ശേഷം മാത്രം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഹൈക്കോടതിയിൽ ക്വാഷിങ്ങിന് പോവാം. കാരണം അവരുടെ മൊഴിയും കൂടി നമുക്ക് അത്യാവശ്യമാണ്. എന്തിന്, നമുക്കെതിരെ കള്ളമൊഴി കൊടുത്തതിന് അവർക്കെതിരെയും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമ്പൻസേഷന് വേണ്ടി കേസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ഒറ്റ ഒരു പോയിന്റ് വെച്ചുകൊണ്ട് മനസ്സിലായാലേ. അങ്ങനെ ഈ പുലി വരുന്നേ എന്ന് പറഞ്ഞു വന്നിട്ടുള്ള ആ ഒരു കേസിന് മിടുക്കനായ ഒരു സീനിയർ വക്കീലിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റി, വളരെ ഈസി ആയിട്ട് നമുക്ക് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിക്കുവാനായിട്ട് സാധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് ഇവളെ വിചാരണ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ. ഇനി ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത സ്റ്റെപ്പിൽ ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും വിചാരണ ചെയ്യുന്നു. ഇതിലും വലിയ കോമഡികളും ഞെട്ടിക്കുന്ന സത്യങ്ങളുമാണ് അവിടെ നമുക്കിനി പറയുവാനായിട്ട് ഉള്ളത്. അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അടുത്ത ഒരു വീഡിയോ, അടുത്ത എപ്പിസോഡിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. എല്ലാ പോയിന്റും ആയില്ലേ? ഓക്കെ. ഈ കേസ് കൊടുത്ത പുള്ളി തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആളുടെ പ്രസൻസിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചത്. എനിവേ, ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.